ഞാൻ ഈ പറയുന്ന കാര്യം എത്ര പേര് യോജിക്കുമെന്നുള്ള അറിയത്തില്ല, പ്രത്യേകിച്ച് മല്ലൂസ്. അപ്പം സുനിൽ ഛേത്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. സുനിൽ ഛേത്രി ഇപ്പം നല്ല ഫോമിലാണല്ലോ ISL കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ ആണെങ്കിലും ഈ ഛേത്രിയുടെ ഒരു തിരിച്ചുവരവ് നാഷണൽ ടീമിൽ വേണമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, വലിയ തോതിലല്ല ചെറുതായിട്ടെങ്കിലും. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ഒപ്പീനിയൻ പറയണമെന്ന് തോന്നി. സോ അതാണ് ഈ ഒരു വീഡിയോ. പിന്നെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് നമ്മൾ സബ് ടൈറ്റിൽസ് യൂസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നല്ലോ, ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ്. ഇപ്പം നമ്മൾ നാട്ടിലില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അത് നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ പോലെ സബ് ടൈറ്റിൽസ് ഒക്കെ ഇനി ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഞാൻ എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്ത് തന്നെ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ചില കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്കും സുനിൽ ഛേത്രി ഇപ്പോൾ നല്ല ഫോമിലാണ് നിൽക്കുന്നത്. ഈ സീസണിൽ ഇതിനോടകം 8 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. 11 മത്സരങ്ങൾ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് 682 മിനിറ്റ്സ് കളിച്ചിട്ട് 8 ഗോൾസ് അടിച്ചു എന്ന് പറയുന്നത്. അതായത് ഓരോ 85 മിനിറ്റ്സിലും അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇനിയും ഏതാണ്ട് 13 ലീഗ് മാച്ചസ് അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു മികച്ച ഫോമിൽ തന്നെയാണ് കളിക്കുന്നത്. നിലവിൽ ലീഗിലെ സെക്കൻഡ് ടോപ്പ് സ്കോറർ കൂടിയാണ് അദ്ദേഹം എന്നുള്ളതും എടുത്തു പറയണം. കാരണം അദ്ദേഹത്തിന് മുകളിൽ ആകെയുള്ളത് അലാദീൻ അജ്റായി മാത്രമാണ്. അർമാൻഡോ സാദിഖും ഹീസസ് ഹിമെനസും സെയിം 8 ഗോൾസ് തന്നെയാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് പറയേണ്ടതാണ്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 സീസണുകളിലായിട്ട് അദ്ദേഹം ആകെ അടിച്ചത് 8 ഗോൾസ് ആയിരുന്നു എന്നുള്ളത് ഒരു കാര്യമുണ്ട്. അതിന് മുന്നത്തെ ഒരു സീസൺ മാത്രമാണ്, അതായത് 3 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അദ്ദേഹം ഒരു സീസണിൽ 8 ഗോൾസ് അടിച്ചിട്ടുള്ളത്. വേറൊരു കാര്യം ആലോചിക്കുക, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇത്രയും മത്സരങ്ങൾ അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം 8 ഗോൾസ് അടിച്ച് നിൽക്കുന്നത് എന്നുള്ളത്. അദ്ദേഹം ഒരു പക്ഷേ തൻ്റെ ISL കരിയറിൽ തന്നെ ഈ ഒരു ഫോം തുടർന്നു കഴിഞ്ഞാൽ ISL കരിയറിൽ തന്നെ മോസ്റ്റ് നമ്പർ ഓഫ് ഗോൾസ് ഒക്കെ അടിക്കുന്ന ഒരു സീസണൊക്കെ ആയി മാറാൻ വരെ സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു 40ാമത്തെ വയസ്സിൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനത്തെ ചില ഡിസ്കഷൻസ് ഒക്കെ വരുന്നത്. അപ്പം ഇതിനെന്തെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ടോ, ഒരു ക്യാമ്പ് ഉണ്ടോ എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത്. നമുക്കറിയാലോ കഴിഞ്ഞ ദിവസമാണ് AFC ഏഷ്യൻ ക്വാളിഫയേഴ്സിൻ്റെ ഡ്രോ വന്നത്. അതിൽ നമ്മൾ ഹോങ്കോങ്ങിനെ പോലുള്ള ടീമിനെതിരെ കളിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇപ്പോൾ ഹോങ്കോങ്ങിനൊക്കെ എതിരെ കളിക്കുമ്പോൾ അവർ നാച്ചുറലൈസ്ഡ് പ്ലേയേഴ്സൊക്കെ ആയിട്ട് അവരുടെ ലീഗിൽ കളിക്കുന്ന ടോപ്പ് സ്കോറേഴ്സിനെയൊക്കെയാണ് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പം അവർക്കൊക്കെ എതിരെ നമ്മൾ സ്കോർ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചൊരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ ഛേത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ISL നിലവിൽ ഏറ്റവും കൂടുതൽ ഗോൾസൊക്കെ അടിച്ചിരിക്കുന്ന ഒരു പ്ലെയർ മൻവീർ സിംഗ് ആണ്, 3 ഗോളുകൾ. അദ്ദേഹത്തെ അങ്ങനെ കോച്ച് കാര്യമായിട്ട് പരിഗണിക്കുന്ന ഒരു കോച്ച് തന്നെ പ്ലെയർ തന്നെയല്ല. ഫാറൂഖിൻ്റെ ആണെങ്കിൽ ഇർഫാൻ യാദവ് അതിൻ്റെയൊക്കെ കണക്കുകളെടുത്താൽ അതിനേക്കാളും മോശമാണ്, അതിൽ താഴെയാണ് നിൽക്കുന്നത്. അവരൊന്നും സ്കോറിങ്ങിലേക്ക് സ്ഥിരമായിട്ട് വരുന്നില്ല എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. സോ ആ സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ പോലെ സുനിൽ ഛേത്രി ഈ ഒരു ഫോമിൽ കളിക്കുന്നത്. സോ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സുനിൽ ഛേത്രിയെ ഒരു പഴയ രീതിയിൽ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരണ്ട എന്നുള്ളതാണ്. പഴയ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, സുനിൽ ഛേത്രി നേരത്തെ നാഷണൽ ടീമിൽ കളിക്കുമ്പോഴൊക്കെ ഫുൾ ടൈം കളിക്കുക എന്ന് പറയുന്നൊരു രീതിയുണ്ട്. 90 മിനിറ്റ്സ് സുനിൽ ഛേത്രി കളിക്കുക എന്നുള്ളത്. എന്താണെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് 40 വയസ്സായി. ഇപ്പോൾ BFC തന്നെ അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യുന്നൊരു രീതി നോക്കും. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞില്ല, ഈ 682 മിനിറ്റ്സ് മാത്രമേ ഈ 11 മാച്ചിൽ നിന്ന് കളിക്കാനുള്ളൊരു റീസൺ അദ്ദേഹത്തെ പലപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടും കുറച്ച് മിനിറ്റ്സും ഒക്കെ ആയിട്ട് കളിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഉള്ളൊരു അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം ഫറൂഖ് ആണെങ്കിലും ഇർഫാൻ ആണെങ്കിലും മൻവീർ ആണെങ്കിലും അവരൊന്നും ഈ ഒരു സ്കോറിങ് പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു അവസാനത്തെ മിനിറ്റ്സിൽ ഇറക്കി ഛേത്രിയെ പോലത്തെ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അതൊരു ക്രൂഷ്യലാകും. കാരണം ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് എന്നുള്ളതാണ്. പിന്നെ ഛേത്രി വന്നു കഴിഞ്ഞാൽ ടീമിൽ പല കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്നുള്ള ഒരു വാദങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുള്ള കളിയാകുമെന്നുള്ള അത് ഇപ്പം പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരു മെയിൻ മാൻ ആക്കാതിരുന്നു കഴിഞ്ഞാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഈ തരത്തിൽ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇദ്ദേഹത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു AFC ഏഷ്യൻ കപ്പ് 2027 എന്ന് പറയുന്നൊരു ഇതിലൊന്നും അദ്ദേഹത്തെ വെക്കാൻ പറ്റില്ല. കാരണം ഇപ്പം തന്നെ 40 വയസ്സായി കഴിഞ്ഞു. ഇനി 3 വർഷം കഴിയുമ്പോൾ 43 വയസ്സൊക്കെ ആവും. അപ്പം ആ സാഹചര്യം വരെ എന്താണെങ്കിലും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ യങ് സ്ട്രൈക്കേഴ്സിന് അതൊരു ഗുണമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം എന്നുള്ളതൊക്കെയാണ്. പിന്നെ മനോളയാണ്, സ്റ്റിമാച്ചിനെ പോലെ അല്ല, അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, അദ്ദേഹത്തിന് ശക്തമായിട്ട് ഡിസിഷൻസ് അതിലൊക്കെ നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പം അദ്ദേഹം ഈ ഒരു തരത്തിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളൊരു പരിപാടിയൊക്കെ വെച്ച് വന്ന് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇനി തെറ്റ് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ ഛേത്രിക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 100 ഇൻ്റർനാഷണൽ ഗോൾസ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം കൂടിയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും.
ഞാൻ ഈ പറയുന്ന സ്റ്റിൽ ആവർത്തിക്കുന്നു, ഒരു മെയിൻ മാൻ എന്ന നിലയിലല്ല. ഈ പറയുന്ന പോലെ നമുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് ഇപ്പോൾ BFC തന്നെ കുറേ പല മാച്ചിലും സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടൊക്കെ യൂട്ടിലൈസ് ചെയ്തില്ല. അപ്പം അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യുന്നൊരു പ്ലെയറായിട്ട് നിലവിലത്തെ ഒരു ഫോം കൂടി പരിഗണിച്ച്, അദ്ദേഹം ഇപ്പോൾ സ്കോർ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം കംപ്ലീറ്റ്ലി ഔട്ടാണ് എന്നുള്ള സാഹചര്യത്തിലായിരുന്നു ഞാൻ ഒരിക്കലും ഇത് പറയത്തില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു ഡിസിഷൻസൊക്കെ തിരിച്ചു വിളിക്കുന്നൊരു സാഹചര്യമൊക്കെ വന്നാൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആ ഒരു വിടവാങ്ങൽ മാച്ച്, ഇന്ത്യയുടെ തന്നെ ഒരു ഗോഡ് പ്ലെയർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു താരത്തിന് കിട്ടിയ ഒരു രീതിയിലായിരുന്നില്ല ആ മാച്ച് എന്താണ് സംഭവിച്ചതെന്നൊക്കെയുള്ളത് നമുക്കറിയാമല്ലോ. അപ്പം അങ്ങനെ ഒരു അവസരം കൂടിയൊക്കെ ആയി മാറിയേക്കാം എന്നുള്ളതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇതെൻ്റെ സ്ട്രിക്ട്ലി പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയനാണ്. പിന്നെ അങ്ങനെ ഇതൊരു ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ആ ഒരു ഡിസിഷൻ വന്നു കഴിഞ്ഞാലും ഒരു മെയിൻ മാൻ അല്ലാത്ത രീതിയിൽ ഈ തരത്തിലൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വരവാണെങ്കിൽ നമുക്ക് ഗുണം ചെയ്യേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ സ്കോറേഴ്സിൻ്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാധ്യത ഒരു കുറഞ്ഞ കാലയളവിലെങ്കിലും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസും വളരെ വിലപ്പെട്ടതാണ്. അത് കമൻ്റായിട്ട് ഇടാൻ പറ്റുകയാണെങ്കിൽ സനിയ.